please. Yes, Arif Hussain. Arif Okay. Hussain. Okay. Ah. Okay. Yes. Yeah. എന്തായാലും ഇവിടെ ഒരു കാര്യം തീരുമാനമാണ്. അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതിന്റെ വക്താവായിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്ന ആള്, അതുപോലെ ഇന്നിപ്പോ രാവിലെ വേറൊരാൾ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ എഴുന്നള്ളിച്ചത്, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല, ഇത് മറ്റെന്തോ ജനങ്ങൾക്ക് വേണ്ടി എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ ജനങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മുസ്ലിം ലീഗ് എന്നൊരു പേരിട്ടിട്ട് ഇവിടെ ഒരു പാർട്ടി നടത്തുമ്പോൾ അത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം വരുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന് പേരിടുന്നത്? അതിന് വേറെ ഏതെങ്കിലും ഒരു മതം അതിനകത്ത് പറയത്തൊരു പേരിട്ടാൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, മുസ്ലിം ഐഡന്റിറ്റി അത് വെച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിയിട്ടുള്ള പൊളിറ്റിക്സ് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. പക്ഷെ അതിനോടൊപ്പം നിങ്ങൾ ചില സമയങ്ങളിൽ മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ഇതേപോലെ അറിഞ്ഞോ അറിയാതെയായിട്ടാണെങ്കിലും പുറത്തേക്ക് വരുന്നു. ഇപ്പൊ നമ്മളിവിടെ കാണുന്നതും അതൊക്കെ തന്നെയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത്, ഞാൻ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ വാണിവല് പറഞ്ഞ മണ്ടത്തരങ്ങളിലേക്കൊക്കെ വരാം. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചത്, സ്ത്രീയും പുരുഷനും തുല്യമല്ല എന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ എടുത്തു. അതായത് ബസ്സിൽ സീറ്റ് വേറെയല്ലേ, ഒളിമ്പിക്സിൽ മത്സരം വേറെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അത് ടോയ്ലറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത്. ഇപ്പൊ ഞാനിത് ഇവിടെ ഇരിക്കുന്നത് ഇസ്ലാമിന്റെ ആ ഒരു സമാധാനം വളരെയധികം അതിന്റെ ചൂടും ഒക്കെ മനസ്സിലാക്കി അതുകൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു രാജ്യത്താണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ പിന്നിൽ നിങ്ങൾക്ക് ചിത്രം കാണാമായിരിക്കും. ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഹോസ്റ്റേജസ് അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഏതാണ്ട് ഒരു വർഷത്തിന് മേലെയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ആ ഹോസ്റ്റേജ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശബ്ദം ഉണ്ടോ നിങ്ങൾ ക്ഷമിക്കുക. എന്റെ ചിത്രം പിന്നിൽ കാണുന്നത് ആ തട്ടിക്കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. ഇതുപോലെ നൂറുകണക്കിന് ആളുകളുടെ ചിത്രമാണ് ഇവിടെ ഉള്ളത്. പറഞ്ഞു വന്നത്, ഈ ഇസ്ലാമിന്റെ സമാധാനം അത് ഇദ്ദേഹം പറയണ്ടായി ഭയങ്കര സമാധാനമാണ്. ആ സമാധാനം എന്താണെന്ന് അറിയാൻ ഇവരോട് നേരിട്ട് ചോദിച്ചാൽ മതി. അത് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ആണല്ലോ ഹമാസൊക്കെ ആയിട്ട് വലിയ ബന്ധം, അത് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. എന്തായാലും പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഈ പറയുന്ന മതത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ പുറത്തേക്ക് വെക്കുന്നു. അതിവിടെ വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്തിനാണ് ബസ്സിൽ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ABCD അറിയില്ല എന്നുള്ളത് ഒരു വശത്ത്. രണ്ട്, അങ്ങനെ അറിയാത്ത വ്യക്തികളാണ് ഇവിടെ രാഷ്ട്രീയത്തിലുള്ളത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതുപോലെയുള്ള ആളുകൾ എങ്ങാനും നമ്മളുടെയൊക്കെ ഈ രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന വല്ല പ്രധാനമന്ത്രിയോ വല്ല മുഖ്യമന്ത്രിയോ ഒക്കെ ആയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ഗതികേട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോവാണ്. ഇത്രയ്ക്ക് വിവരമേ ഉള്ളോ നിങ്ങൾക്കൊക്കെ എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഉള്ള കാര്യമാണ് ഈ പൊതുജനം എന്നുള്ള രീതിയിൽ. അതുപോലെ ഈ യുവത എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നിങ്ങളെക്കാൾ ഈ കാര്യത്തിൽ ബോധ്യമുണ്ട്. ഇവിടെ എന്തിനാണ് അത്തരത്തിലുള്ള റിസർവേഷൻസ്? അതായത് ഒരു കാര്യം നമ്മളിവിടെ പറയുന്നത്, ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് സാമൂഹികമായിട്ട് പിന്തള്ളപ്പെട്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന മതങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മതമായിട്ട് ഇന്നും നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത്, ഒരുമിച്ച് എക്സസൈസ് പോലും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥ. പിന്നെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു സാമൂഹികമായിട്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? ഈ കേരളത്തിൽ തന്നെ മാളിയേക്കൽ മറിയുമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മയെ കുറിച്ച് നിങ്ങൾക്ക് അറിയൂ. അവര് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ അന്ന് അവരെ തടഞ്ഞത് ഇവിടുത്തെ സമസ്തയാണ്. 1930കളിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അവര് ഇംഗ്ലീഷ് പഠിക്കണം എന്ന ഉദ്ദേശത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയിൽ മാറി നിന്ന് അവരുടെ വഴിയിലേക്ക് തുപ്പി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആളുകൾ അവര് മുന്നിൽ വെച്ചത് എന്താ? ഇസ്ലാമിലെ നിയമമാണ്. എന്താണ് ആ നിയമം? സ്ത്രീകൾ വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഹറാമാണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പിന്തിരിപ്പിക്കുന്നു. ഇതല്ലേ നമ്മളിവിടെ കണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ചിലത് തന്നെയാണ് ഇന്നിപ്പോ ഇവിടെ പുറത്തേക്ക് വെക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു സ്ത്രീ, പുരുഷൻ ഇരിക്കേണ്ട സ്ത്രീ ആ സീറ്റിൽ ഇരിക്കാൻ വിചാരിച്ചാൽ അതിൽ തടയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, സീറ്റില്ല എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം ഇടപഴകാം എന്നുള്ള ആ ഒരു ഭയത്തിലോ അല്ലെങ്കിൽ അവരുടെ കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ആ ഒരു തിരസ്കരണത്തില് അതിന്റെ ഭാഗമായിക്കോട്ട് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അവരുടെ ഒരു ഭയം, അതിനെ ഓവർകം ചെയ്യാനുള്ള അവർക്കൊരു അഫർമേറ്റീവ് ആക്ഷൻ ആയിട്ടാണ് അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ അവിടെ കൊടുക്കുന്നത്. അല്ലാതെ സ്ത്രീയും പുരുഷനും എന്തെങ്കിലും വ്യത്യാസപ്പെട്ടുകൊണ്ടല്ല. അതിന്റെ പേരിൽ ആണ് എന്ന് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഇപ്പം ഞാനിവിടെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് മിക്ക സ്ഥലങ്ങളിലും ടോയ്ലറ്റുകള് സ്ത്രീക്കും പുരുഷനും വൈകല്യമുള്ള ആളുകൾക്കും അല്ലാത്തവർക്കൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കാൻ തരത്തിലുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ ഉള്ളത്. മനുഷ്യൻ മാറി, സമൂഹം മാറി. ഇന്ന് 6ാം നൂറ്റാണ്ടിൽ അല്ല തങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മാറുന്നതിനനുസരിച്ചിട്ട് ടോയ്ലറ്റ് ഉപയോഗത്തിലായാലും എല്ലാത്തിനും വ്യത്യാസങ്ങൾ വരും. ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിങ്ങളെ പോലുള്ള ആളുകൾ ഇന്നത്തെ പുതിയ തലമുറയുടെ അടുത്ത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, വിവരം നിങ്ങൾക്ക് മാത്രമല്ല
ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടുന്ന കാലഘട്ടമാണ് എന്നുള്ള ഏറ്റവും മിനിമം കാര്യം നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ ഇനി എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞു, അതായത് തുല്യത വേണ്ടത് അവരുടെ നീതി ലഭിക്കുന്ന കാര്യത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നു. അത് അങ്ങനെ തന്നെയാ പറഞ്ഞെന്നാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ അതെന്തായാലും നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞതിൽ ആദ്യ ഭാഗം അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയും ഈ വിഷയത്തെ കാണുന്നതിൽ അദ്ദേഹത്തിന്റെ ഷോർട്ട് സൈറ്റഡ്നെസ്സും ആണ് എന്നുണ്ടെങ്കിൽ, രണ്ടാമത് പറഞ്ഞു വെച്ച കാര്യം തുല്യത അത് അവരുടെ അവകാശങ്ങളിൽ വേണമെന്ന് പറയുന്നത് അതൊരു വലിയ മാറ്റമായിട്ട് തന്നെ ആണ് ഞാൻ കാണുന്നത്. കാരണം മുൻകാലങ്ങളിൽ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. പക്ഷെ മുസ്ലിം ലീഗിന്റെ ആ ഒരു അവസ്ഥ നമ്മൾ എടുത്തു നോക്കും. ആരിഫ് ഹുസൈൻ, അതൊക്കെ മാത്രമല്ലേ തുല്യനീതി ഉറപ്പാക്കുക, അതാണ് മുസ്ലിം ലീഗിന്റെ അജണ്ട എന്നൊക്കെ വെറും പറച്ചിലല്ലേ? അതാ ഞാൻ പറഞ്ഞു വന്നത്. അതായത് അങ്ങനെ നിങ്ങൾക്കൊരു വാദം ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ പാർട്ടി സംവിധാനത്തിനകത്താണ്. എനിക്ക് തോന്നുന്നു ആ വിഷയം നിങ്ങൾ ബോധിപ്പിക്കേണ്ടത് ഫാത്തിമ തഹ്ലിയെ പോലെയൊക്കെയുള്ള ചില നേതാക്കളുണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ. അവരെന്തിനായിരുന്നു ഒരു ഘട്ടത്തിൽ അവരെ നേതാവായിരുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി ചില പിരിച്ചുവിടലൊക്കെ നടത്തി നിങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു മൂലയിലേക്ക് തള്ളിവിട്ടത് ഉണ്ടായിരുന്നു. അപ്പോ രാഷ്ട്രീയം പറയേണ്ട സമയങ്ങളിൽ, രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട സമയങ്ങൾ അത് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ആങ്ങള ചമഞ്ഞ പരിപാടി അത് ഇവിടെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യം ഈ തുല്യ നീതി ഉറപ്പാക്കുമെന്ന് പറയുന്നത് ആദ്യം മുസ്ലിം ലീഗിന്റെ കൂടാരത്തിലെങ്കിലും ഒന്ന് നടത്തി കാണിക്കണം. അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അത് ഇപ്പോ നൂർബിന റഷീദിനെ പോലെയുള്ള ആളുകൾ സ്ഥാനാർത്ഥി നിർണയം വരുന്ന സമയത്ത് അവരൊക്കെ പച്ചയ്ക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. സ്ത്രീകൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ പച്ചയ്ക്ക് പ്രസ്താവന നടത്തിയതല്ലേ. പൗരത്വ ഭേദഗതി പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? നിങ്ങൾ അധികം വന്ന് പ്രക്ഷോഭം നടത്തേണ്ട, അത് നമ്മൾ നോക്കിക്കോളാം, ഇവിടെ മൊല്ലാക്കന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ പിന്തിരിപ്പിച്ച ആളുകൾ ഇവിടെ ഇല്ലേ? നമ്മളുടെ അങ്ങനെ ഓരോരോ വിഷയങ്ങൾ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കപടമുഖം അത് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഉയർത്തി വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കേരള താലിബാൻ തന്നെയാണ്. നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത കേരള താലിബാൻ, പക്ഷെ ആ വെള്ളം ഇപ്പൊ കുറേശ്ശെ വറ്റി നല്ല എന്താ പറയാ മുറുകി വരുന്ന, അത് കോൺസെൻട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പല നിലപാടുകളും. നിങ്ങളെ സൂക്ഷിക്കണം. മുസ്ലിം ലീഗിനെ ഇവിടെ വളരാൻ അനുവദിക്കരുത്. കാരണം അവരും ലക്ഷ്യം വെക്കുന്നത്, താലിബാനും ലക്ഷ്യം വെക്കുന്നത് ഒരേ സാധനമാണ്. ലോകം ഇസ്ലാമിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലോകം അതൊരു അപകടമാണെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ലോകം ഇസ്ലാമിലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ അത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് ഷിറ്റ് ഹോൾസ് ആയാണ് മാറിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പൊട്ടക്കുഴിയെന്നോ മറ്റെന്തെങ്കിലും വാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ. മനുഷ്യന് ശ്വാസം വിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളാണ് ഇസ്ലാം ആയി മാറിയിട്ടുള്ള സ്ഥലങ്ങൾ. ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, യമൻ ഉണ്ട്, സുഡാൻ ഉണ്ട്, സിറിയ ഉണ്ട്, ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് ലോകം ഇസ്ലാമിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ പറയുമ്പോൾ അതിന് മറുപടി വരുമ്പോൾ ആ സംഘി എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അതിനുള്ള മറുപടി ഉണ്ടാവും. ലോകം ഇസ്ലാമിലേക്ക് വന്നാൽ ഇന്ത്യ ഇസ്ലാം പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞ കാര്യം ഇവിടെ നടന്നാൽ പ്രശ്നം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് മറുപടി വരുമ്പോൾ സംഘി എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല.